ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസം. ഞാൻ ഇവിടെ എടുത്ത കേക്ക് ബോർഡാണ് കേട്ടോ, വേസ്റ്റായിട്ട് കളഞ്ഞ്. നിങ്ങൾക്ക് കാർഡ്ബോർഡ് ആണെങ്കിൽ കാർഡ്ബോർഡ്, അതേപോലെ തന്നെ ഫോം ബോർഡ് ആണെങ്കിൽ ഫോം ബോർഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വലിയ ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ടൈം അതിൻ്റെ മുകളിൽ ഇതാക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം കൺസ്യൂം ആയിട്ടുള്ളതാണ്. കാരണം ഇത് ചുറ്റിയെടുക്കാറുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു നോർമലി ഉള്ളൊരു പ്ലാസ്റ്റിക് കയറാണ്. ഇത് വീട്ടിലേക്കോട്ട് എന്തോ സാധനം കൊണ്ടുവന്നപ്പോൾ കിട്ടിയൊരു കയറാട്ടോ. ഈ ബ്ലൂ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ക്രോഷറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്, ഒരു കോട്ടൻ്റെ ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത്. ഈ ഒരു ത്രെഡ് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിലും ഉണ്ട് കേട്ടോ വാങ്ങാൻ. ഇത് ഞാൻ 200 മീറ്ററോ അങ്ങനെ എന്തോ ആണ്, ഇത് 20 മീറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇത് ഞാൻ ബൾക്കാക്കിയിട്ട് ഒരു ചെറിയൊരു അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു ബോൾ സൈസിലാണ് ഞാൻ വാങ്ങിയത് ബണ്ടിലായിട്ട്. അതിന് 80 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോഴും മീഷോയിലൊക്കെ റേറ്റ് കുറവേനെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. ഇതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. നല്ലൊരു എസ്തെറ്റിക് ലുക്ക് തരുന്നൊരു ഐറ്റമാണ് കേട്ടോ അത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഫെവി ബോണ്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ യൂസ് ചെയ്യാൻ. ഫെവിക്കോൾ ആകുമ്പോൾ ചിലപ്പം പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. ഫെവി ബോണ്ട് ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നിൽക്കും. പക്ഷേ ഫെവി ബോണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യെല്ലോ ഷെയ്ഡ് അവിടെ നിൽക്കും. കാരണം ഫെവി ബോണ്ട് യെല്ലോ കളറാണല്ലോ ഗമ്മ്. അപ്പോൾ അതിൻ്റെ യെല്ലോ ഒരു മാർക്ക് അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ വൈറ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ, അതായത് SH MR അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫെവിക്കോളിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ്, നല്ലോണം ഒട്ടുന്ന ടൈപ്പ് ഗമ്മുണ്ട്, അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നോർമലി ഗ്ലൂ ഗൺ ആണെങ്കിൽ കുറച്ച് നൂല് പോലെ വലിഞ്ഞെടുക്കും. അതൊക്കെ നമ്മൾ പിടിച്ച് വലിച്ച് കളയണം. അങ്ങനെ ഇത് ചുറ്റിയെടുക്കാൻ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ബ്ലൂ ഇങ്ങനെ ചുറ്റിയെടുത്തു, പിന്നെ അതേപോലെ തന്നെ വൈറ്റും ചുറ്റിയെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിൽ മുകളിൽ നമുക്ക് കപ്പായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഡെക്കോറായിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ശരിക്കും ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ, ഇപ്പോൾ വൈറ്റ് ചുമരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു കോമ്പോയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അതേപോലെ തന്നെ ഏത് വാൾ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് തീമിൽ നമുക്കിത് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഹാങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തത്. പിന്നെ ചുറ്റുമ്പം ലാസ്റ്റ് ബോർഡറില്ലേ, അതും കൂടി നിങ്ങളൊന്ന് ഈ വൈറ്റ് കൊണ്ടും ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കിക്ക് ബോർഡിൻ്റെ ആ ഒരു ഭാഗം സൈഡ് കാണും. ബാക്ക് ആകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇത് ഞാൻ ഈ ഒരു ഹേർട്ട് ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഹാങ്ങിങ്. അത് ഞാൻ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് നോക്കിയതാണ്. എനിക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എഫേർട്ട് എടുത്തതിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് എപ്പോഴും വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.